പരസ്യപ്രതികരണങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ കോഴിക്കോട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബിജെപിയിൽ കുറുവാ സംഘം എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവർ കുറുവാ സംഘമാണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി, കോഴിക്കോട് നിന്ന് സിനോജ് തോമസുമുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം ലേബിയിലേക്ക്. ലേബി, ഇന്നിപ്പോൾ നടക്കുന്ന നേതൃയോഗം സംഘടനാ ഭാരവാഹികൾ ഒഴിഞ്ഞ് പുതിയ ഭാരവാഹികൾ ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ നേതൃയോഗത്തിൽ സ്വാഭാവികമായും പാലക്കാടെ പരാജയം ചർച്ചയാകും. ഇന്നലത്തെ പരസ്യ പ്രതികരണങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ ആരൊക്കെ ഇതിനകം യോഗത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ലേബി? സ്മൃതി, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം യോഗസ്ഥലത്തേക്ക് വരും. അതുപോലെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അടക്കമുള്ളവർ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വരണാധികാരികളുടെ ശില്പശാലയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഈ വരണാധികാരികൾ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന ഭാരവാഹികൾ തന്നെയാണ്. ഈ ബൂത്ത് തലം മുതൽ മുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത മാസം മുതൽ നടക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. അതിലെ വരണാധികാരികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ സംസ്ഥാന ഭാരവാഹികളുമാണ്. അവരുടെ ശില്പശാലയിലേക്ക് സ്വാഭാവികമായും എല്ലാവരും എത്തുമ്പോൾ അത് സംസ്ഥാന ഭാരവാഹികളുടെ നേതൃയോഗം തന്നെയായി മാറുകയും ചെയ്യും. സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ മറ്റ് അജണ്ടകളിലൊന്നും വച്ചിട്ടില്ല എങ്കിലും സ്വാഭാവികമായും പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം ചർച്ചയിലേക്ക് വരും. അതുമാത്രമല്ല, സി കൃഷ്ണകുമാർ രാവിലെ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതായത് ഇന്നലെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പ്രതികരിച്ചതിൽ നടപടി ഉണ്ടാകുമോ എന്ന് സി കൃഷ്ണകുമാറിനോട് ചോദിച്ചപ്പോൾ നടപടി എടുക്കേണ്ടത് താനല്ല, വ്യക്തിപരമായി ആർക്കെതിരെയും നടപടി എടുക്കണമെന്ന അഭിപ്രായക്കാരനുമല്ല താൻ, അത് അവർ വൈകാരികമായി പ്രതികരിച്ചതാണ്, കാര്യങ്ങൾ പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. മറിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ആ രീതിയിൽ വളരെ ഒതുക്കം പാലിച്ച് അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് സി കൃഷ്ണകുമാർ രാവിലെ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ ഇങ്ങോട്ട് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഏതാണ്ട് ഇന്നലെ എല്ലാം തന്നെ വന്നു കഴിഞ്ഞതാണ്. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, എന്നാൽ താൻ സ്ഥാനം ഒഴിയുന്ന കാര്യം കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്, കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, സി കൃഷ്ണകുമാർ എന്നത് തൻ്റെ സ്ഥാനാർത്ഥിയല്ല, തൻ്റെ നോമിനിയല്ല. ഇത് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ചേർന്ന് തീരുമാനമെടുത്തതാണ്. 3 പേരുടെ പട്ടികയാണ് ഡൽഹിയിലേക്ക് വിട്ടത്. അതിൽ 2 പേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചു. ഈ കുറിപ്പോട് കൂടി തന്നെയാണ് കേന്ദ്രത്തിന് പട്ടിക കൈമാറിയത്. ഇതൊക്കെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. വി മുരളീധരൻ മറ്റൊരു നിലപാടിലേക്ക് പോകുമോ എന്ന രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. ആ തരത്തിൽ ആ ക്യാമ്പിലെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയാനാകുന്നുണ്ടോ? ഇതിൽ ആരൊക്കെ എത്തിച്ചേരും എന്നുള്ള കാര്യം 10 കൂടി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. MT രമേശ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എത്തുമോ എന്നുള്ള കാര്യമൊക്കെ ഇതിൽ നിർണായകം തന്നെയാണ് സ്മൃതി. ഏതായാലും അതുപോലെ തന്നെ പ്രതികരണവും ഈ പറയുന്ന രീതിയിൽ പരസ്യമായ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തീവ്രമായ എതിർ പ്രതികരണങ്ങളൊന്നും അത്രത്തോളം വന്നിട്ടില്ല. പാലക്കാട് പൊട്ടിത്തെറി ഉണ്ടായതും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് പോലുള്ള പൊട്ടിത്തെറി പരസ്യമായി വന്നില്ല. അത് ഇന്ന് ഏതെങ്കിലും രീതിയിൽ അത് വരുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്ന വിഷയം. ഏതായാലും ഇങ്ങോട്ട് എത്തിച്ചേരുന്ന നേതാക്കൾ എങ്ങനെയാണ് ഈ പാലക്കാട്ടെ തോൽവിയെ കാണുന്നത്, അവരെത്തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നത് തന്നെയാണ് ഇന്ന് പ്രസക്തം. സ്മൃതി, ഇപ്പോൾ ഈ യോഗത്തിൽ ജാവ്ദേക്കർ പങ്കെടുക്കുമല്ലോ അല്ലേ? ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് സംഘടനാ കാര്യമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കും എന്നുള്ള സൂചനയുള്ളത്. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രത്യേകതയും. ഇന്നിവർ ഔദ്യോഗികമായി അജണ്ട തീരുമാനിച്ചിട്ടില്ല. ഭരണാധികാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് ഔദ്യോഗിക നേതൃത്വം പറയുമ്പോഴും സ്വാഭാവികമായും പാലക്കാട് പരാജയത്തിന് ശേഷം നടക്കുന്ന ആദ്യ യോഗം എന്നതുകൊണ്ട് തന്നെ ഇതിൽ പരസ്യമായുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം, അതിനുള്ള മറുപടികൾ വന്നേക്കാം, അഭിപ്രായ പ്രകടനങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്ത് നമുക്കുള്ളത്. അങ്ങനെ ഒരു പരസ്യമായ അഭിപ്രായ പ്രകടനമൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായും കെ സുരേന്ദ്രൻ അതിൽ മറുപടി പറയേണ്ടി വരും. ആ നിലയ്ക്ക് ഇന്നത്തെ യോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സ്മൃതി, ശരി ലേബി, തുടരുക. സംഘടന